വീട് കത്തുമ്പോൾ കഴുക്കോൽ ഊരിയെടുക്കാൻ പദ്ധതി മെനയുന്ന UAE-യെക്കുറിച്ചാണ് രണ്ട് വാർത്തകൾ. ഒന്ന്, ഇസ്രായേലിനൊപ്പം നിന്ന് ലാഭം കൊയ്യാനുള്ള പദ്ധതിക്ക് യുദ്ധകാലത്തു പോലും വിശ്രമം കൊടുക്കാതിരുന്ന UAE-യെക്കുറിച്ച്. മറ്റൊന്ന്, പ്രദേശത്ത് സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അൾജീരിയക്കും സുഡാനുമൊക്കെതിരായി ചേരി നിർമ്മിക്കുന്നതിലും അവിടങ്ങളിലെ സമാധാനം കെടുത്തുന്നതിനും മറ്റു രാജ്യങ്ങളെ തമ്മിൽ തല്ലിച്ച് തൻ്റെ സ്വാധീനം മേഖലയിൽ ശക്തമാക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന UAE-യെക്കുറിച്ചും. അവസാനം ആസ്ട്രേലിയയിലെ പൗളിനെയെ പരിചയപ്പെടുകയുമാവാം. ഈ ആഴ്ചയിലെ വേൾഡ് ഇൻ വേർഡ്സിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയും ലോകരാഷ്ട്രങ്ങളിൽ പലരും ഇസ്രായേലിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതുൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ UAE തഞ്ചത്തിനൊത്തു നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പുതിയ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിനെയും UAE-യെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേയുടെ ജോലി ആ യുദ്ധകാലത്തും ഭംഗിയായി തുടർന്നിരുന്നു എന്നും ഇപ്പോഴത് കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു ഹീബ്രു ചാനലാണ് ഈ വിവരങ്ങൾ ആദ്യമായി പുറത്തുവിട്ടത്. ഇസ്രായേലിൻ്റെ ഗതാഗത മന്ത്രി മിറി റഗേവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം അബുദാബിയിൽ ഒരു രഹസ്യ സന്ദർശനം നടത്തുകയുണ്ടായി എന്നും ഗൾഫ് രാജ്യങ്ങൾക്കും ഇസ്രായേലിനും ഇടയിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയുണ്ടായി എന്നും i24 എന്ന ഈ വാർത്താ ചാനൽ പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നുണ്ട്. ഈ റെയിൽവേയുടെ ജോലി പൂർത്തിയാവുന്നതോടെ ഗൾഫ് രാജ്യങ്ങൾക്കും ഇസ്രായേലിനും ഇടയിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടും. മിക്കവാറും ഇസ്രായേൽ ഒരു വ്യവസായ കേന്ദ്രമായി മാറുകയും ചെയ്യും. ഇന്ത്യയിലെ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തു നിന്നും സാധനങ്ങൾ വഹിച്ചുള്ള യാത്രയിലൂടെ UAE-യും സൗദിയും ജോർദാനും താണ്ടി ഇസ്രായേലിലെ ഹൈഫ തുറമുഖം വഴി യൂറോപ്പിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കും. കടലിലൂടെയും കരയിലൂടെയുമുള്ള യാത്രകളുടെ കേന്ദ്ര ബിന്ദുവായി ഹൈഫ മാറുന്നതോടെ ഇസ്രായേലിൻ്റെ മുഖച്ഛായയും സാമ്പത്തികാവസ്ഥയും വൻതോതിൽ മാറും. ഈ റെയിൽവേ യാഥാർത്ഥ്യമാകുന്നതോടെ കെട്ടുപാടുകളും തടസ്സങ്ങളുമില്ലാതെ ഈ കൈമാറ്റങ്ങൾ വളരെ വേഗത്തിൽ സാധ്യമാവുകയും ചെയ്യുമത്രേ. വാർത്താവിനിമയ സഹകരണം, ഊർജ വിതരണവും എന്നിവയൊക്കെ ഉൾപ്പെടുന്ന തരത്തിൽ ഇസ്രായേലിനും ഇന്ത്യക്കും യൂറോപ്പിനും ഇടയിൽ ഇത്തരത്തിലൊരു വ്യവസായ ഇടനാഴി അമേരിക്കയുടെ സങ്കല്പത്തിൽ നേരത്തെയുള്ളതാണ്. 2018 അവരുണ്ടാക്കിയ സമാധാന ഇടനാഴി എന്ന സങ്കല്പം ഇത് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യ, പശ്ചിമേഷ്യ, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയായി വികസിച്ചു വരുന്ന ആ പദ്ധതിയിലേക്കുള്ള പ്രധാന ചുവടുവയ്പായിട്ടാണ് ഈ റെയിൽ നിർമ്മാണത്തെ വായിക്കാൻ സാധിക്കുന്നത്. UAE-ക്ക് വേണ്ടി പണിയെടുക്കുന്നവരെന്ന സംശയത്തിൽ തുർക്കി സുരക്ഷാ സേന 3 പേരെ അറസ്റ്റ് ചെയ്തതായുള്ള വാർത്ത ഇസ്താംബൂളിൽ നിന്ന് വരികയും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തതിലുള്ള അത്ഭുതത്തിലാണ് മാധ്യമങ്ങൾ. തുർക്കിയിലൊരു ഫോൺ നമ്പർ ഉപയോഗിച്ച് അവിടുത്തെ പ്രധാന ഓഫീസുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വിശദ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു ഇവരെന്നാണ് സേന പറയുന്നത്. UAE-യുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഇവർ രാജ്യത്തിൻ്റെ അതിപ്രധാനമായ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളുടെ വിവരങ്ങളാണ് ശേഖരിച്ചതെന്നാണ് തുർക്കി പറയുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിലെ ആളുകളുടെയും ചില വിദേശ രാജ്യ പ്രതിനിധികളുടെയും വിവരങ്ങളാണ് ഇവർ ശേഖരിച്ചതത്രേ. 4 പേരാണ് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തതെങ്കിലും 3 പേരാണ് തുർക്കിയിലുള്ളത്. തൊട്ടുടനെ ഈ വാർത്ത എല്ലാവരും ഒഴിവാക്കണമെന്നും അതിൽ ചില വിവരങ്ങൾ തെറ്റായി ചേർത്തുവെന്നും എല്ലാ മാധ്യമങ്ങളെയും ബന്ധപ്പെട്ട് തുർക്കി ഔദ്യോഗികമായി തന്നെ അഭ്യർത്ഥിക്കുകയുണ്ടായി. പിന്നാലെ തന്നെ തുർക്കി പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്നും പുതിയ വാർത്താക്കുറിപ്പും പുറത്തിറങ്ങി. സംശയാസ്പദമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾക്ക് UAE-യുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പുതിയ വാർത്താക്കുറിപ്പ്. നേരത്തെ ഇസ്രായേലിനും റഷ്യക്കും ഇറാനും വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ തുർക്കി അറസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും തുർക്കിയും UAE-യും തമ്മിലുള്ള ബന്ധം വളരെ കഷ്ടപ്പെട്ടാണ് കഴിഞ്ഞ കാലത്തൊക്കെ ഇണക്കി ചേർത്തിയിരുന്നത്. പ്രത്യേകിച്ച് അറബ് വസന്തത്തിൻ്റെ പേരും പറഞ്ഞ് 2 പേരും കൂടി അടി തുടങ്ങിയതിന് ശേഷം. പിന്നീട് വ്യാപാര കരാറുകളും ഉന്നത തലത്തിലുള്ള യോഗങ്ങളുമൊക്കെയായി ബന്ധം അല്പമൊന്ന് മെച്ചപ്പെട്ടു വരുന്നതിനിടയിലാണ് പുതിയ പൊല്ലാപ്പുണ്ടായിരിക്കുന്നത്. ഇതിനിടയിൽ സുഡാൻ്റെ പേരും പറഞ്ഞ് ഇവർ തമ്മിലൊന്ന് ഇടഞ്ഞിരുന്നു. സുഡാൻ ഭരണകൂടത്തിനെതിരെയുള്ള സൈനിക ഗ്രൂപ്പായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെ സഹായിക്കുന്ന UAE-യെ സുഡാനിലെ സർക്കാരിനൊപ്പമുള്ള തുർക്കിക്ക് തീരെ പിടിക്കാറില്ല. തുർക്കിക്കൊപ്പം അൾജീരിയയിൽ നിന്നും UAE-ക്കെതിരെ ചില വർത്തമാനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ പേര് വ്യക്തമാക്കാതെ അൾജീരിയൻ പ്രസിഡന്റ് അബ്ദുൽ മജീദ് തബൂണിയുടെ ചോദിച്ച കാര്യം, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത്?
നിങ്ങളുടെ സ്വന്തം രാജ്യത്ത് വന്ന് ചിലർ കുഴപ്പമുണ്ടാക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. വൻ ശക്തികളെന്ന് വിളിക്കപ്പെടുന്ന രാജ്യങ്ങളെപ്പോഴും ഞങ്ങൾ അതിന് അനുവദിക്കാറില്ല. എല്ലാ ഗൾഫ് രാജ്യങ്ങളുമായും സാഹോദര്യത്തിലൂന്നിയ ബന്ധം ഞങ്ങൾക്കുണ്ട്, ഒരു രാജ്യവുമായി ഒഴികെ. ഇതായിരുന്നു തബൂണിൻ്റെ വാക്കുകൾ. ആ ഒരു രാജ്യം UAE ആണെന്നാണ് സംസാരം. നേരത്തെ അൾജീരിയയിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ UAEയുടെ കൈയുണ്ടായിരുന്നുവെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. രക്തസാക്ഷികളുടെ മണ്ണിൽ UAE ആവശ്യമില്ലെന്ന തരത്തിൽ പ്ലക്കാർഡുകൾ അന്നത്തെ റാലികളിൽ ഏറെ പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. UAEയുടെ അംബാസഡറുടെ പണി തന്നെ അൾജീരിയയെ അസ്ഥിരപ്പെടുത്തുകയാണ് എന്ന ആരോപണവും അവർ ഉന്നയിക്കാറുണ്ട്. മുൻപൊരിക്കൽ പ്രസിഡന്റ് തബൂൺ പറഞ്ഞത്, ഞങ്ങളുടെ ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കരുത്, മറ്റുള്ളവരുടെ കളിക്കുന്നത് പോലെ ഞങ്ങളോട് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. 60 ലക്ഷത്തോളം ആളുകൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തസാക്ഷികളായ രാജ്യമാണിത്, അത് ഓർക്കുന്നത് നല്ലതാണ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. UAE ആസ്ഥാനമായുള്ള സ്കൈ ന്യൂസ് അറേബ്യ ഇക്കഴിഞ്ഞ നാളിൽ അൾജീരിയ ന്യൂനപക്ഷമായ അമേസിക് വിഭാഗത്തെക്കുറിച്ച് മോശമായ തരത്തിലൊരു ഇൻ്റർവ്യൂ പ്രക്ഷേപണം ചെയ്തിരുന്നു. അൾജീരിയൻ ജനതയ്ക്കിടയിൽ വിഭാഗീയതയുണ്ടാക്കാൻ ഉദ്ദേശിച്ചാണ് UAE ഇത് ചെയ്തത് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് മൊറോക്കോയും നൈജീരിയയുമായി UAE ഉണ്ടാക്കുന്ന പുതിയ കരാറുകൾ. അൾജീരിയയുടെ എത്രയോ കാലത്തെ പദ്ധതികളെ തകർത്താണ് ഇവ നടപ്പിലാക്കപ്പെടാൻ പോകുന്നത്. നൈജീരിയ മൊറോക്കോ പൈപ്പ് ലൈൻ പദ്ധതി ഇത്തരത്തിലൊന്നാണ്. അൾജീരിയ കണ്ടുവച്ചിരുന്ന ട്രാൻസ് സഹാറൻ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ടാണ് നൈജീരിയയിലെ ഗ്യാസ് യൂറോപ്പിലെത്തിക്കാനുള്ള പരിപാടിക്ക് UAE പണം മുടക്കിയത്. UAE മൊറോക്കോയും ഇസ്രായേലി സ്പൈവെയറായ പെഗാസസ് ഉപയോഗിച്ച് തങ്ങൾക്കെതിരെ പണിയെടുക്കുന്നുണ്ട് എന്ന ആരോപണം അൾജീരിയ ഉയർത്തുന്നുണ്ട്. ഇനി പൗളിന ഹാൻസനെ പരിചയപ്പെടാം. വയസ്സ് 71, ഓസ്ട്രേലിയൻ സെനറ്റർ. കഴിഞ്ഞ ദിവസം ഇവർ ഓസ്ട്രേലിയൻ പാർലമെന്റിൽ എത്തിയത് ബുർഖ ധരിച്ച്. കുറെ കാലമായി ഓസ്ട്രേലിയയിലെ മുസ്ലിങ്ങൾ ബുർഖ ധരിക്കുന്നതിനെതിരെ പ്രചാരണ രംഗത്തുണ്ട് പൗളിന. സംഗതിക്കൊരു ദേശീയ ശ്രദ്ധ കിട്ടാനാണ് ബുർഖ ധരിച്ചുള്ള നാടകത്തിന് ഒരുങ്ങിയത്. 2017 ഇതുപോലൊരു നാടകം ഉണ്ടായിരുന്നു. അന്ന് ഇവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിലും ഇത്തവണ പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഓസ്ട്രേലിയൻ അധികാരികൾ ഇതിനോട് പ്രതികരിച്ചത്. 7 മീറ്റിങ്ങുകളിൽ നിന്നാണ് സസ്പെൻഷൻ. ഈ അടുത്ത കാലത്തൊന്നും ഓസ്ട്രേലിയയിൽ ഇത്തരമൊരു അച്ചടക്ക നടപടി പാർലമെന്റ് എടുത്തിട്ടില്ല. നേരത്തെ ആദിവാസി വിഭാഗങ്ങൾക്കും മുസ്ലിങ്ങൾക്കും കുടിയേറ്റക്കാർക്കും ഒക്കെ എതിരായി സംസാരിക്കുകയും പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്ത ആളാണ് പൗളിന. നന്ദി.